നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ മുന്നോട്ട് നയിക്കുമ്പോൾ, നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഈശോയോട് ചേർന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആരായിട്ട് മാറുകയാണ്? ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. ഈ കുടുംബം ശരിക്കും ആരുടേതായിരുന്നു? ഈശോയുടേതാണ്. തൽക്കാലം ഇത് നോക്കാൻ ആരെ ഏൽപ്പിച്ചേക്കുന്നത്? നിങ്ങളെ ഏൽപ്പിച്ചേക്കാണ്. അപ്പൊ നിങ്ങൾ അവിടെ ആരായിട്ട് നിൽക്കുകയാണ്? ക്രിസ്തുവിന്റെ സ്ഥാനപതികൾ. ഇപ്പൊ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. ദൈവമേ, ഈ കുടുംബത്തെ ഒന്ന് മുന്നോട്ട് നയിക്കാൻ പറ്റുന്നില്ല, ഈ ജീവിത പങ്കാളി ഒന്ന് നയിക്കാൻ പറ്റുന്നില്ല, ഈ മക്കളെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല. തോറ്റുകൊടുക്കരുത്. കാരണം നിങ്ങൾ ആരുടെ സഹപ്രവർത്തകരാണ്? ഈശോയുടെ. ആ കുടുംബത്തെ നോക്കുന്ന ആരാണ്? മക്കളെ നോക്കുന്ന ആരാണ്? ഈശോയാണ്. തോറ്റുപോയി എന്ന് പറഞ്ഞേക്കില്ല. കർത്താവെ മടുത്തു എന്നൊക്കെ ഇടയ്ക്ക് നമ്മൾ സങ്കടത്തോടെ പറയായിരിക്കും. നമ്മൾ മടുത്തു എന്ന് ആരോട് പറയണം? ഈശോയോട് പറഞ്ഞേക്കണം. അപ്പൊ ഈശോ പറയും, കുറച്ചേരം ഇരുന്നോ, നമ്മളെല്ലാം കൂടെ ഒരു പണിയല്ലേ ചെയ്യുന്നത്, ഞാൻ നോക്കിക്കോളാം പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ, നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ എപ്പോഴും ഈ സ്റ്റാറ്റസ്, കർത്താവ് തന്ന ഈ സ്ഥാനം, കർത്താവ് തന്ന ഈ ബലം മറന്നു പോകരുത്. ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്, അവിടുത്തെ സഹപ്രവർത്തകരാണ്. നമ്മൾ ജോലി ചെയ്യുമ്പോഴും, പഠിക്കുമ്പോഴും, ശുശ്രൂഷ ചെയ്യുമ്പോഴും, നിങ്ങളുടെ കുടുംബത്തെ നയിക്കുമ്പോഴും, നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോഴും ഈശോയെ സ്വീകരിച്ച ഒരാൾ എപ്പോഴും പറയേണ്ടതാണ്, ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ശുശ്രൂഷ മേഖലയിലൊക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, കേട്ടോണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞു കാര്യങ്ങളായിരിക്കാം, വലിയ കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ആരുടെ സ്ഥാനപതികളാണ്? നിങ്ങൾ ആ ഈശോയുടെ ശുശ്രൂഷ ചെയ്യുന്നതിന്റെ പേരിൽ ആരെങ്കിലും കളിയാക്കിയാലോ, നിങ്ങൾ മാറ്റി നിർത്തിയാലോ, കള്ളത്തരം എന്നൊക്കെ പറഞ്ഞാലോ? പറയട്ടെ, നമ്മൾ ആരുടെ സ്ഥാനപതികളാണ്? ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്.